നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ പുതിയ മോഡലായ M12 എന്ന ഫോണിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ ബാക്കി റിവ്യൂമാണ്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തൊരു ഫോണാണ് M12 എന്ന ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്ത് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സാംസങ്ങിൻ്റെ A12 എന്ന ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്തപ്പോൾ അതിനകത്തും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡലിൻ്റെ അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഹോം അപ്ലയൻസ് ഡീലറായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിൻ്റെ മണ്ണുത്തി ഷോപ്പായ വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് മണ്ണുത്തി മൊബൈൽസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലും കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഫോണിൻ്റെ ഡയറക്റ്റായിട്ട് ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇതാണ് സാംസങ് M12 എന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബോക്സിൽ തന്നെ ഫോണിൻ്റെ ഏകദേശം ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലായിട്ട് Galaxy M12 എന്ന ഫോണിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാംസങ് ഗാലക്സി അതായത് സാംസങ്ങിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫോണിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. സൈഡിൽ വലുതായിട്ട് Galaxy M12 എന്ന ഫോണിൻ്റെ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് സാംസങ് Galaxy M12 അതുപോലെ തന്നെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും 6000 mAh ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്വാഡ് ക്യാമറ മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 48 മെഗാപിക്സലാണ് ഇതിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്നും 8 മെഗാപിക്സലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു HD+ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 221 ഗ്രാമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഇതിനകത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിൻ്റെ ഫോണുകളെല്ലാതും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന മൊബൈലുകളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫോണിൻ്റെ ബോക്സ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നത്, ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് മൊബൈൽ ഫോൺ അഡാപ്റ്റർ, കേബിൾ, ഇജക്ഷൻ പിന്ന്, യൂസർ മാനുവൽ. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഫോണിൻ്റെ അകത്ത് ഉണ്ടാവുക. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ മാസം, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് മാത്രം പുറത്തിറങ്ങിയ ഒരു മൊബൈലാണ് M12 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയൊരു ബോക്സ് കിട്ടും. ഇപ്പോൾ ഈ ഒരു ബോക്സിനകത്താണ് ഇതിൻ്റെ സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിനകത്തായിരിക്കും ഇതിൻ്റെ യൂസർ മാനുവലും അതുപോലെ തന്നെ വാറൻറ്റി കാർഡ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ ആക്സസറീസാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഫോൺ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ബോക്സിനകത്ത് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ, അതായത് സാംസങ്ങിൻ്റെ A12 എന്ന ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ കണ്ട സെയിം ഒരു ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സെയിം ഒരു 15 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് അഡാപ്റ്ററാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് കേബിൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാംസങ്ങിൻ്റെ തന്നെ A12 അതുപോലെ F12 M12 ഈ 2-3 മോഡലുകൾക്കകത്തും ഒരേ ചാർജിങ് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെയിം ചാർജറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആക്സസറീസൊക്കെയാണ് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഈ ഫോണിനി ഓപ്പൺ ചെയ്ത് ഈ ഫോണിൻ്റെ ബാക്കി വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്നതാണ് സാംസങ്ങിൻ്റെ M12 എന്ന മോഡൽ എന്ന് പറയുന്നത്. തൊട്ട് നോട്ടത്തിൽ തന്നെ നമ്മൾ തൊട്ട് മുൻപ് ഇറങ്ങിയ ഞാൻ ഇന്നലെ തന്നെ റിവ്യൂ ചെയ്ത A12 എന്ന ഫോണുമായിട്ട് ഏകദേശം ഒരേ ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ വൈറ്റ് കളറാണ്. ഇതിന് തന്നെ ബ്ലൂ കളറും ബ്ലാക്ക് കളറും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ 3 കളറുകൾ നമുക്ക് കിട്ടും. ഒറ്റ നോട്ടത്തിൽ ഇതിൻ്റെ ഡിസൈനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. അതിനൊരു മാറ്റ് ഫിനിഷാണ്, ഒരു അത്യാവശ്യം ഗ്രിപ്പൊക്കെ കിട്ടുന്ന രീതിയിലുള്ളൊരു ബോഡിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ക്യാമറ പൊസിഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A12 സെയിം ഒരു ക്യാമറ പൊസിഷനാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സ്ക്വയർ ഷേപ്പിൽ 4 ക്യാമറകൾ, ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഇതിനകത്തൊരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ക്യാമറ ഡിസൈൻ ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ചെറിയ രീതിയിൽ ലൈനുകളൊക്കെ ഇതിനകത്ത് ഒരു ബാക്ക് സൈഡിൽ ചെരിഞ്ഞ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം അത്തരത്തിലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാംസങ്ങിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അതായത് F12ൻ്റെയും A12 എന്ന 2 മോഡലുമായിട്ട് ഏകദേശം സെയിം ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വശങ്ങളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുള്ളത് സൈഡിലാണ്. ബാക്കിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളും റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോണിൻ്റെ താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒരു 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്, മൈക്രോഫോണിൻ്റെ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടൈപ്പ് സിയുടെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ സ്പീക്കർ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ താഴത്ത് കൊടുത്തിട്ടുള്ളത്. 3.5mm ഓഡിയോ ജാക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഹെഡ്സെറ്റ് വേണമെങ്കിലും കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ബോക്സിൻ്റെ കൂടെ ഹെഡ്സെറ്റ് ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ പാർട്ട് നോക്കാനുള്ളത്. ഡിസൈൻ വൈസ് ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ്, ഒരു ആവറേജ് ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഫോൺ നമുക്ക് ഓണാക്കി നോക്കാം. എന്തായാലും ഈ മൊബൈൽ ഓണായി വരുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ, റിവ്യൂകളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വല്ല മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഫോൺ വാങ്ങിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഓഫർ പ്രൈസിനും അതുപോലെ നല്ല ഡിസ്കൗണ്ട് പ്രൈസിനൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് മൊബൈൽ ഫോൺ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ റിപ്പയറിങ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം സർവീസ് വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അത്തരത്തിൽ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ ഓണായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഓണാക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. അതായത് സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു സമയമാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോൺ ഓണായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സാംസങ്ങിൻ്റെ M12 എന്ന ഫോൺ ഓണായി കഴിഞ്ഞാൽ കാണുന്ന അതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ എന്ന് പറയുന്നത് പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് സാംസങ് M12 ഓണായി കഴിയുമ്പോൾ നമുക്ക് കാണുന്നതിൻ്റെ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു തിരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു അരികുകളൊക്കെ വളരെ കുറവായിട്ട് അധികം വെസലൈസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് ഒരു 8 മെഗാപിക്സലാണ്. അത് ഫോണിൻ്റെ സെൻറ്ററിൽ തന്നെ ഇൻഫിനിറ്റി V ഡിസ്പ്ലേ എന്നാണ് സാംസങ് ഇതിനെ വിളിക്കുന്നത്. ഒരു ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത്, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്ങിനും പറ്റുന്നൊരു മൊബൈലാണ് M12 എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും ഇതിൻ്റെ ടച്ച് റെസ്പോൺസൊക്കെ വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത്. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 90 Hz ആണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മൊബൈൽ കൂടിയാണ് M12 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് ഇപ്പോൾ കയറിയിട്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, സോഫ്റ്റ്വെയർ ഇൻഫർമേഷനും കാര്യങ്ങളും നോക്കാം. സെറ്റിങ്സിനകത്ത് അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഫോണിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, Galaxy M12 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ സീരിയൽ നമ്പർ, കാര്യങ്ങൾ, മോഡൽ നെയിം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ, ഇത് ഏത് ആൻഡ്രോയിഡ് വേർഷനിലാണ് പ്രവർത്തിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് വേർഷൻ 11 ഈ ഫോൺ വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ളൊരു മൊബൈലാണ് ഈ M12 എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് അൺബോക്സ് ചെയ്യുന്ന ഫോൺ എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് ഡേറ്റ് ഏപ്രിലാണ്. അതായത് ഞാൻ ഈ അൺബോക്സ് ചെയ്യുമ്പോൾ ഒരാഴ്ച മാത്രം പഴക്കമുള്ള മൊബൈലാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 mAh ഒരു ബാറ്ററിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലെവലും അതുപോലെ ബാറ്ററി സ്റ്റാറ്റസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6000 mAh എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നോക്കാനുള്ളത്. പിന്നെ അതുപോലെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ആപ്പുകളൊന്നും ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടില്ല. എന്നാൽ ഫോൺ പേ, ആമസോൺ പോലുള്ള കുറച്ച് ആപ്പുകൾ ഇതിനകത്ത് ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 48 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ റിയർ ക്യാമറ എന്ന് പറയുന്നത്. ഞാൻ ക്യാമറയെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തീർച്ചയായിട്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കമൻറ്റ് ചെയ്താൽ. കാരണം ഇത് ഒരു ക്യാമറ ഓറിയൻറ്റഡ് ഫോണല്ല എങ്കിൽ കൂടി അത്യാവശ്യം ഒരു 48 MB ഒരു ക്യാമറ കൊടുക്കുന്നത് കൊണ്ട് ക്യാമറയെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. അത്യാവശ്യം സൂം ചെയ്താലും ക്ലാരിറ്റി ഒന്നും പോകാത്ത രീതിയിലുള്ള അത്യാവശ്യം ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മൊബൈൽ ഫോട്ടോ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, സ്ലോ മോഷൻ മോഡ്, അതുപോലെ വൈഡ് ആംഗിൾ മോഡ്, പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, അതുപോലെ
എയർ സ്റ്റിക്കേഴ്സ്, ബ്യൂട്ടി മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ക്യാമറയ്ക്കകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാമറയ്ക്ക് കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മൊബൈലാണ് M12 എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു മൊബൈൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ടുകളോ ഓഫറുകളോ കിട്ടുന്നതാണ്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുക്കുന്നത്. ലോ ലൈറ്റിലായാലും അത്യാവശ്യം ബ്യൂട്ടി മോഡിലോട് കൂടിയായിട്ടുള്ളൊരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൂം ചെയ്താലൊന്നും ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ള ഒരു ഫ്രണ്ട് ക്യാമറയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ വൈസും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടുന്നൊരു മൊബൈലാണ് ഇതിൻ്റെ ഈ ഒരു ഗാലക്സി M12 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എക്സിനോസിൻ്റെ 850 എന്നൊരു ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഗെയിമിങ്ങിന് കൂടി അല്പം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മൊബൈലാണ് ഈ സാംസങ്ങിൻ്റെ M12 എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു 6000 mAh ബാറ്ററി കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ എല്ലാ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. 4GB RAM 64GBയിലും അതുപോലെ 6GB RAM 128GBയിലും ഫോൺ അവൈലബിൾ ആണ്. 3 കളറുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എക്സിനോസ് 850 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് വരുന്നത്. 90 Hz സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക.